നമസ്തേ, ഏവർക്കും നമസ്കാരം. അഷ്ടബുദ്ധി ഗുണങ്ങളും അഷ്ടാംഗയോഗവും അഷ്ടസിദ്ധി അതായത് അഷ്ടൈശ്വര്യവുമെല്ലാം ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട്, അറിവിന് വേണ്ടിയിട്ടുള്ള വ്രത മാർഗങ്ങളാണ്. അപ്പോൾ ആത്മീയത എന്തായിരിക്കും? ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവാണ് ആത്മീയത. ആത്മാവിനെ, മനസ്സിനെ, ശരീരത്തെ ദർശിക്കുന്ന പരമസത്യമായിരിക്കുന്ന അറിവാണ് ആത്മീയത. നമ്മളീ പറയുന്ന ആത്മീയത ഉണ്ടല്ലോ, അത് മനസ്സിൽ സ്നേഹത്തെ നിറയ്ക്കുന്നതാണ്. നമ്മളുടെ ആത്മീയത കൊണ്ട് നമ്മളുടെ മനസ്സിൽ സ്നേഹം നിറയുന്നില്ലെങ്കിൽ, സ്നേഹം ജ്വലിക്കുന്നില്ലെങ്കിൽ, അത് നമ്മൾ ആത്മീയവാദിയല്ല. നമ്മളുടെ ശരീരത്തിന് ആനന്ദം, ആഹ്ലാദം അനുഭവപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയവാദിയല്ല. എൻ്റെ ആത്മീയത അങ്ങനെയല്ല, മറ്റൊരാളുടെ ആത്മീയത ഇങ്ങനെയല്ല എന്നല്ല. ആത്മീയത ഒന്നേ ഉള്ളൂ, അത് മനസ്സിൽ സ്നേഹത്തെ നിറയ്ക്കുന്നതാണ്, സർവ്വശരീരങ്ങളെയും ആനന്ദിപ്പിക്കുന്നതാണ്. പരമസത്യമായിരിക്കുന്ന അറിവ് നമ്മുടെ ആത്മാവിൽ നിറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ സ്നേഹം വിരിയും. അത് നമ്മളുടെ ശരീരത്തെ ആനന്ദമുള്ളതാക്കും, ആഹ്ലാദമുള്ളതാക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ് ആത്മീയത, അല്ലേ? സ്പിരിച്വൽ ഹെൽത്താണ് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ സഹായിക്കുന്നത്. സ്പിരിച്വൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാവുകയുള്ളൂ. നമ്മളുടെ ത്രികണങ്ങളുടെ ത്രിഗുണമാണ് നമ്മളുടെ ഹെൽത്ത് എന്നത്. ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ആരോഗ്യത്തെ നൽകുന്ന അറിവാണ് ആത്മീയത. യഥാർത്ഥമായിട്ടുള്ള അറിവ്, പരമസത്യമായിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന അറിവ് നമ്മളുടെ ആത്മശക്തിയിൽ നിറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ സ്നേഹം അനുഭവപ്പെടും. അതാണ് മെൻ്റൽ ഹെൽത്ത്. അങ്ങനെ മനസ്സിൽ സ്നേഹം നിറയുമ്പോഴാണ് നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാകുന്നത്, ആഹ്ലാദവും ആനന്ദവും ഉണ്ടാകുന്നത്. അപ്പോൾ ആത്മീയത കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയുടെ ശുദ്ധീകരണമാണ് ഉദ്ദേശിക്കുന്നത്. ത്രികണങ്ങളുടെ വൈഭവമാണ് ആത്മാവ്, മനസ്സ്, ശരീരം. അപ്പം നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ത്രികണങ്ങളുടെ ത്രിഗുണത്തെ നമുക്ക് അനുഭവവേദ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് വ്രതം? മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നീ ത്രിവിധ കരണങ്ങളെ കൊണ്ടുള്ള അനന്യപരമായ സേവയോട് കൂടിയിട്ടുള്ള നിഷ്ഠയാണ് വ്രതം. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയെ അറിവിന് വേണ്ടിയിട്ട് നിഷ്ഠാവിശേഷം അനുഷ്ഠാനം ചെയ്യുന്നതാണ് വ്രതം. സ്പിരിച്വൽ കൺട്രോളിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് എന്താണെന്നറിയാം. സ്പിരിച്വലി ജ്ഞാനം, മെൻ്റലി സ്നേഹം, ഫിസിക്കലി ആനന്ദം, ആഹ്ലാദം. ഇതാണ്. അങ്ങനെ ആത്മാവ്, മനസ്സ്, ശരീരം എന്നീ ത്രിവിധ കരണങ്ങളെ കൊണ്ടിട്ടുള്ള സേവയോട് കൂടിയിട്ടുള്ള നിഷ്ഠയുടെ ഭാഗമായിട്ടാണ് അഷ്ടബുദ്ധി ഗുണങ്ങൾ. ശരിക്കും അഷ്ടബുദ്ധി ഗുണങ്ങളോട് കൂടിയിട്ടാണ് ഗുരുകുല സമ്പ്രദായത്തിൽ നമ്മൾ കുട്ടികൾ പഠിച്ചിരുന്നത്. അതിൻ്റെ തലം നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. നമുക്ക് ആ അഷ്ടബുദ്ധി ഗുണങ്ങൾ, ഭഗവാൻ കൃഷ്ണനുണ്ടായിരുന്ന ആ ഗുണത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും മൂഴിക്കരോട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്രഹ്മമംഗലം.